കുട്ടമ്പുഴ ക്നാശ്ശേരിയിൽ എൽദോസിനെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയതിൽ 7 മണിക്കൂർ നീണ്ട പ്രതിഷേധത്തിന് ശേഷം കലക്ടറുടെ ഉറപ്പിൽ അയഞ്ഞ നാട്ടുകാർ കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ അടിയന്തര സഹായം കൈമാറി. കുട്ടമ്പുഴയിൽ ഇന്ന് ഹർത്താൽ ആചരിച്ച ജനങ്ങളുടെ പ്രതിഷേധം തുടരും. കുട്ടമ്പുഴയിൽ നിന്നും ആസിഫ് മുഹമ്മദ് ഉണ്ട്. ആസിഫ, വിവരങ്ങൾ. തീർച്ചയായും ഇന്നലെ പുലർച്ചെ വരെ നീണ്ട പ്രതിഷേധത്തിന് ഒടുവിലാണ് ഇന്നലെ ഒരു 3 മണിയോടുകൂടി മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊരു തീരുമാനം എടുക്കാനായത്. കളക്ടറുമായി നാട്ടുകാരും കുടുംബാംഗങ്ങളും നടത്തിയ ചർച്ചയിൽ ജനപ്രതിനിധികളും ചേർന്ന് നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് എൽദോസിന്റെ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാനടക്കമുള്ള കാര്യങ്ങൾക്ക് നാട്ടുകാർ സമ്മതിക്കുകയും ചെയ്തത്. നമ്മളിപ്പോൾ നിൽക്കുന്നതിൽ നിന്ന് വളരെ അടുത്തുള്ള പ്രദേശത്ത് ഏകദേശം ഒരു 100-150 മീറ്റർ തൊട്ട് അപ്പുറത്ത് ആണ് ഇന്നലെ എൽദോസിനെ ഇന്നലെ 8:15 കാട്ടാന ആക്രമിച്ച കൊലപ്പെടുത്തുന്നത്. എൽദോസും സുഹൃത്തും ഇവിടെ നിന്ന് വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയിലായിരുന്നു ഈ ഒരു ആക്രമണം ഉണ്ടാവുകയും ചെയ്തത്. എൽദോസിന്റെ കൂട്ടത്തിലുള്ള സുഹൃത്തിന് ഓടി രക്ഷപ്പെടാനായെങ്കിലും എൽദോസിന് രക്ഷപ്പെടാനായില്ല. എൽദോസിനെ ക്രൂരമായി ആക്രമിച്ച കാട്ടാന എൽദോസിനെ ചവിട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് ഈ ഒരു പ്രദേശത്ത് നിലനിന്നത്. കാരണം കാലങ്ങളായി ഇവരുടെ ആവശ്യമാണ് ഈ ഒരു പ്രദേശത്തെ കാട്ടാനശല്യവും വന്യമൃഗശല്യവും തടയാൻ ആവശ്യമായുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത്. അത് സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ ഇതുപോലെയുള്ള മരണങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ള കാരണം അടക്കം ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലേക്ക് പോയത്. പ്രതിഷേധം കനത്തതോടുകൂടിയും ഈ എൽദോസിന്റെ മൃതദേഹം വിട്ടുകൊടുക്കാൻ നാട്ടുകാരും കുടുംബാംഗങ്ങളും തയ്യാറാകാത്തതിനെ തുടർന്നാണ് പിന്നീട് കളക്ടർ അടക്കമുള്ളവരെത്തി ഒരു അനുനയ ശ്രമം നടത്തിയത്. അതിനൊടുവിലാണ് പിന്നീട് ഈ ഒരു മൃതദേഹം വിട്ടുകൊടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. നാട്ടുകാർ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടാണ് കളക്ടർ മടങ്ങിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബത്തിന് അടിയന്തരമായി 10 ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചു. 10 ലക്ഷം രൂപയുടെ ചെക്ക് ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് പിന്നാലെ നാട്ടുകാർ പ്രധാനമായും അവർ 6 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ആ 6 ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ടാണ് പിന്നീട് ഈ ഒരു ചർച്ച അവസാനിച്ചത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ട്രെഞ്ച് നിർമ്മാണം ഇന്ന് തന്നെ ആരംഭിക്കാൻ ഉള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള കാര്യം ഇതുമായി ബന്ധപ്പെട്ട കളക്ടർ നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം സോളാർ ഫെൻസിങ്, അതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണവും ശനിയാഴ്ചക്കകം തന്നെ അത് നടപടികളുമായി മുന്നോട്ട് പോകാം എന്നുള്ള കാര്യം കളക്ടർ ഉറപ്പ് നൽകി. പിന്നെ 5 ദിവസത്തിനകം വഴിവിളക്കുകൾ സ്ഥാപിക്കാനുള്ള കാര്യം നമ്മൾ ആ ഒരു ദൃശ്യങ്ങൾ നമുക്ക് നൽകാം. അതായത് ഇവിടെ നിന്ന് നടന്നു പോകുന്ന ഒരു പ്രദേശത്ത്, ആ ഒരു പ്രദേശത്തേക്ക് ഇന്നലെ ഇവിടെയാണ് ഫോറസ്റ്റിന്റെ റേഞ്ച് ഓഫീസ് ഉള്ളത്. അതിനുശേഷം ഈ ഒരു വഴി അങ്ങോട്ട് നടന്നു പോകുന്ന സമയത്താണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ആ ഒരു പ്രദേശത്ത് വഴിവിളക്കുകളോ മറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ വഴിവിളക്കുകൾ അടക്കം 5 ദിവസത്തിനകം തെരുവിളക്കുകൾ സ്ഥാപിക്കാമെന്നുള്ളൊരു ഉറപ്പാണ് ഇപ്പോൾ കളക്ടർ നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, എൽദോസിന്റെ സഹോദരിക്ക് ജോലിയുടെ കാര്യത്തിൽ ഒരു ശുപാർശ നൽകാമെന്നുള്ള കാര്യവും ഇപ്പോൾ കളക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, RRT സംവിധാനം കാര്യക്ഷമമാക്കാം എന്നുള്ളതാണ്. RRT സംവിധാനം ഇവിടെ വളരെ നിർജീവമായി തന്നെ കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത്. അതുകൊണ്ട് RRT സംവിധാനം കാര്യക്ഷമമാക്കാം എന്നുള്ള ഒരു ഉറപ്പ് ഇപ്പോൾ കളക്ടർ നൽകിയിട്ടുണ്ട്. അവർക്ക് ആവശ്യത്തിന് വാഹനങ്ങളൊന്നും അടക്കം ഇല്ലാത്ത പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതിന്റെ കാര്യക്ഷമമല്ല എന്നുള്ള കാര്യം വനംവകുപ്പ് പറയുന്നത്. ആ ഒരു പ്രവർത്തനം കാര്യക്ഷമമാക്കാനുള്ള നടപടികൾ ഉണ്ടാകാം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു വഴി അങ്ങോട്ട് നടന്നു പോകുന്ന സമയത്താണ് ഇന്നലെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഇവിടെ നിന്ന് വളരെ കുറഞ്ഞ ദൂരം, ഏകദേശം ഒരു 100-200 മീറ്റർ താഴെ മാത്രം നടന്നു പോകുന്ന സമയത്താണ് കാട്ടാന ആക്രമിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ നേതൃത്വത്തിൽ 27-ന് വിശദമായ ഒരു യോഗം ചേരാം എന്നുള്ള കാര്യവും ഇപ്പോൾ കളക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പ്രശ്നങ്ങൾ കൃത്യമായി പഠിക്കാനും പ്രശ്നപരിഹാരത്തിന് കൂടുതൽ നടപടികൾ സ്വീകരിക്കാനുമുള്ള കാര്യങ്ങൾ ഈ ഒരു യോഗത്തിൽ ചർച്ചയായി തീരുമാനമെടുക്കാമെന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഏകദേശം 7 മണിക്കൂറോളം നീണ്ടുനിന്ന വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. ഒരു തെരുവിളക്കുകൾ പോലും ഈ വഴികളിൽ ഇല്ലാത്തത് ഈ ഒരു കാട്ടാനയുടെയും വന്യമൃഗങ്ങളുടെയും ആക്രമണം തടയാനോ അവർക്ക് ഈ മൃഗങ്ങൾ ആക്രമിക്കാൻ വരുമ്പോൾ അത് ശ്രദ്ധയിൽപ്പെടാനോ പോലും കഴിയാത്ത സാഹചര്യം നിലനിന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ എൽദോസിന്റെ ജീവൻ ഇവിടെ നിന്ന് നഷ്ടമാകുന്നത്. ഏതായാലും ഇന്നലെ പുലർച്ചെ വരെ 2:30 ഇക്കാര്യത്തിൽ തീരുമാനമാകുകയും ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഈ മൃതദേഹം മാറ്റിയിട്ടുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. കുട്ടമ്പുഴയിലും കോതമംഗലത്തിലും ഇന്ന് ജനകീയ ഹർത്താലിന് ആഹ്വാനം ചെയ്യുക
ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും വലിയൊരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിന് സമാനമായ രീതിയിൽ ഒരു കൊല്ലം മുമ്പ് ഇതിന് സമീപ പ്രദേശത്ത് വെച്ച് കാട്ടുപോത്തിനെ അടക്കം ആക്രമണം ഉണ്ടാകുകയും ആളുകൾ ജീവൻ നഷ്ടപ്പെടുന്ന സംഭവം ഇവിടെ ആദ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ നേരത്തെ മുതൽ വന്യമൃഗങ്ങളുടെ ആക്രമണം ഇങ്ങനെ രൂക്ഷമായി നിൽക്കുന്ന ഒരു പ്രദേശത്ത് അവർ കാലങ്ങളായി ആവശ്യപ്പെടുന്നത് പോലെ ഈ ട്രെഞ്ച് നിർമ്മാണമോ വൈദ്യുതി വേലി നിർമ്മാണമോ ഒന്നും പൂർത്തീകരിക്കാതെ പോകുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഇന്നലെ എൽദോസിന്റെ മരണം സംഭവിച്ചതിന് പിന്നാലെ, എൽദോസിനെ ആന ചവിട്ടിക്കൊന്നതിന് പിന്നാലെ വലിയ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. എന്തായാലും അല്പസമയം കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയുള്ളൂ. കാരണം ഇതിന്റെ അപ്പുറത്തേക്ക് സ്വാഭാവികമായും ഇന്നലെ എൽദോസിനെ കാട്ടാന ചവിട്ടിക്കൊന്ന പ്രദേശമാണ്. ഇവിടെ നിന്ന് വളരെ കുറഞ്ഞ ദൂരം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും കാട്ടാനന്റെ അടക്കം സാന്നിധ്യം അവിടെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതിനാൽ തന്നെ ആ ഒരു പ്രദേശത്തേക്ക് ആ വീടിന്റെ അടുത്തേക്ക് പോകാനും മറ്റും നമുക്ക് അല്പസമയം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് സുരക്ഷിതത്വം എന്നാണ് ഇവിടെ ഉള്ള നാട്ടുകാരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധത്തിന് ഒടുവിൽ എന്തായാലും കളക്ടർ നടത്തിയ ചർച്ചയിലാണ് നാട്ടുകാർ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിരാ എന്തായാലും വലിയ പ്രതിഷേധമായിരുന്നു ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ഇത്തരത്തിൽ ഈ പറയുന്നത് പോലെ പ്രതിഷേധം തുടങ്ങി ഏകദേശം 7 മണിക്കൂറിന് ശേഷം കളക്ടറുടെ ഉറപ്പൊക്കെ വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആസിഫ്, ഈ ട്രെഞ്ചിങ് പരിപാടികൾ ഇന്ന് ആരംഭിക്കും. അതുമായി ബന്ധപ്പെട്ടത് എനിക്ക് തോന്നി സംസ്ഥാന സർക്കാരിനെതിരെ വലിയ ആരോപണമായിരുന്നു ഇന്നലെ. ഈ വിഷയങ്ങളൊക്കെ പലതവണ സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും സംസ്ഥാന സർക്കാർ ഇതിനോട് വളരെ ഉദാസീനമായിട്ടാണ് പെരുമാറിയത് അല്ലെങ്കിൽ ചെയ്തത് എന്നൊക്കെയുള്ള തരത്തിൽ മാത്യു കുഴൽനാടൻ MLA അടക്കം രംഗത്തെത്തിയിരുന്നു. ഈ വിഷയങ്ങളിലൊക്കെ എങ്ങനെയാണ്? തീർച്ചയായും ട്രെഞ്ചിങ് സംവിധാനം അടക്കം ഇന്ന് തന്നെ നിർമ്മാണം ആരംഭിക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത്. കാരണം ഇത് വളരെ കാലങ്ങളായി ഇവർ ഇങ്ങനെ ഈ ഒരു ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പക്ഷേ അതിലൊരു തീരുമാനമാകാതെ പോകുന്നു എന്നുള്ളതാണ് വലിയ പ്രതിഷേധങ്ങൾക്ക് നാട്ടുകാരുടെ ഇടയാക്കിയത് എന്നുള്ളതാണ്. നമുക്കിപ്പോൾ നിൽക്കുന്നതിന് തൊട്ട് പുറകിലാണ് ഈ കുട്ടമ്പുഴയിലെ ഫോറസ്റ്റ് സ്റ്റേഷൻ എന്നുള്ളതാണ്. അതിന് തൊട്ടടുത്താണ് ഉരുളത്തണ്ണി ക്യാമ്പ് ഓഫീസാണിത്, കേരള വനംവകുപ്പിൻ്റെ. അതിന് തൊട്ടടുത്താണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ളൊരു ആക്രമണം ഉണ്ടാവുകയും കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നതിലേക്കടക്കം കാര്യങ്ങൾ എത്തിയത്. കാലങ്ങളായി നാട്ടുകാർ ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടുത്തെ ട്രെഞ്ച് നിർമ്മാണം അടക്കമുള്ളത്. പക്ഷേ അത് എൽദോസിൻ്റെ ജീവൻ വേണ്ടി വന്നു ആ ട്രെഞ്ച് നിർമ്മാണം ആരംഭിക്കാനടക്കം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് നമുക്കറിയാം മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ പുലർച്ചെ വരെ ഈ നാട് ഒന്നാകെ അതിനൊപ്പം നിൽക്കുകയായിരുന്നു. അത് പഞ്ചായത്ത് പ്രതിനിധികൾ, ജനപ്രതിനിധികൾ അടക്കമുള്ളവർ അങ്ങനെ ശക്തമായി നിന്നതുകൊണ്ട് മാത്രമാണ് ഒരു തീരുമാനം എടുക്കാനും ആ ഒരു തീരുമാനം കേവലം വാഗ്ദാനത്തിൻ്റെ അപ്പുറത്തേക്ക് ഉടൻ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുമുള്ള ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. സോളാർ ഫെൻസിങ് ശനിയാഴ്ചക്കടക്കം അതിൻ്റെ നിർമ്മാണത്തിൻ്റെ കാര്യത്തിലൊരു പുരോഗതി ഉണ്ടാക്കാം എന്നുള്ള കാര്യം ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. നമുക്ക് എന്തായാലും അല്പസമയത്തിന് നാട്ടുകാരുടെ അടക്കമുള്ള ഒരു പ്രതികരണത്തിലേക്ക് പോകാം. നമുക്ക് നമ്മുടെ ഒപ്പം ഇപ്പോൾ ചേട്ടൻ ഇവിടുത്തെ സ്വദേശിയാണല്ലേ? ഇന്നലെ ഒരു 8:15 കൂടിയാണല്ലോ ഈ സംഭവം ഉണ്ടായത്. ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ആള് ഇങ്ങോട്ട് ഓടി വന്ന് നിങ്ങളെയൊക്കെ അറിയത്തില്ല. ഇവിടെയുള്ള കടകലാവെന്ന് പറഞ്ഞു ഞങ്ങൾക്കറിയാം. അപ്പുറമാണ്. ഇന്നലെ ഈ സ്ഥലത്തുണ്ടായിരുന്നു. ഇവിടെ സ്ഥിരമായി ഇങ്ങനെ ആനയുണ്ട് ഇഷ്ടം പോലെ. ഇത് പക്ഷെ ഇങ്ങനെ ഒരു ശല്യം ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാകും. ആനശല്യമുണ്ട്, പക്ഷേ ഈ ഒരു പെട്ടെന്നൊരു ആക്രമണം ആദ്യമായിട്ടാണ്. ഈ വഴിയാണല്ലോ ഇന്നലെ എൽദോസ് നടന്നു പോയത് അല്ലേ? അതെ. എനിക്ക് തോന്നുന്നു ഈ പ്രദേശത്തൊന്നും പക്ഷെ ഒരു നടന്നു പോകുന്ന സമയത്ത് നമുക്ക് ഒന്നും കാണാൻ കഴിയാത്തൊരു ലൈറ്റ് ഒന്നും ഇല്ലല്ലേ? ഇതിൽ അങ്ങ് മാറി അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് ഉള്ളിലേക്ക് കയറി കടയിൽ നടക്കുക. അവിടെ ആൾക്കാരൊക്കെ പകലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ, രാത്രിയില്ല. ആ ഒരു സമയത്ത് സ്വാഭാവികമായി നാട്ടുകാർ പോകുന്ന സമയമല്ലേ? അവർ പോകുന്ന സമയം ഇതുവരെ അങ്ങനെ ഒരു ആർക്കും ഒരു അപകടവും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശല്യമൊന്നും ഉണ്ടായിട്ടില്ല. ഈ ആന ഇങ്ങനെ ഈ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ആനയാണോ? അതെ അതെ, ഒരു കൊമ്പനാനയുണ്ട്. അത് ഈ ആ പ്രദേശത്തൂടെ ഒക്കെ വരും. ഇതുപോലെ സാധനങ്ങളൊക്കെ വാഴ, തെങ്ങ് ഒക്കെ മറിച്ചിട്ട്, അല്ലാതെ ആരും ഒരു ശല്യമൊന്നും ഇതുവരെ ആൾക്കാരെ ഉപദ്രവിച്ചിട്ടില്ല. ആളുകൾക്ക് നേരെ ഉപദ്രവിച്ചില്ല. പക്ഷെ രാത്രി കാലങ്ങളിൽ ഇറങ്ങി വിളകളെല്ലാം വരും, വിളകളെല്ലാം നശിപ്പിക്കും. തെങ്ങൊക്കെ എല്ലാം മറിച്ചിട്ട് അവിടെ വാഴ എല്ലാം തിന്നും. പക്ഷേ ഈ ലൈറ്റും സംവിധാനങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലല്ലേ? വെളിച്ചം നല്ലപോലെ ഇതിലെയൊക്കെ വളപ്പിട്ടിട്ടുണ്ട്. പക്ഷേ ഇടുന്ന 1-2 ദിവസം തെളിയും, പിന്നെ തെളിയില്ല.
ഇവര് RRT സംവിധാനം എങ്ങനെയാ? അവർ കൃത്യമായ നിരീക്ഷണമോ അവർ അങ്ങനെ മുന്നറിയിപ്പുകൾ നിങ്ങൾക്ക് നൽകാറുണ്ടോ ഇങ്ങനെ കാട്ടാണ് നിൽക്കുന്നതായിട്ട്? അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇത് ഞങ്ങൾക്ക് അവിടെ ആയതുകൊണ്ടേ അവിടെ ഈ കാട്ട് പ്രധാനമായിട്ടും ഈ കൃഷി നാശം മാത്രമാണ് ഉള്ളതെന്ന് തോന്നുന്നു. ഈ ഭാഗത്തുള്ളവർക്കാണ് വലിയ രീതിയിൽ. വലിയ രീതിയിൽ. തീർച്ചയായും എന്തായാലും ഈ ആളുകൾ പഞ്ചായത്ത് മെമ്പറാണല്ലേ? തീർച്ചയായും അങ്ങനെ ആളുകൾ പറയും നമുക്ക് പഞ്ചായത്ത് മെമ്പർ കൂടി ഈ ഒരു പ്രദേശത്ത് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടി ഒരു പ്രതികരണത്തിലേക്ക് ഒന്ന് പോകാൻ തോന്നുന്നു. കാരണം എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഒടുവിലാണ് ഇപ്പോൾ ഏതായാലും ആ ഒരു കാര്യങ്ങളിലേക്ക് എത്തിയിട്ട് ഉള്ളത്. ഈ കോതമംഗലത്തേക്ക് എന്തായാലും ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കാണല്ലേ? കളമശ്ശേരിയിൽ ബോഡി കളമശ്ശേരിയിൽ എത്തി. വെളുപ്പിന് 4 മണിക്ക് കളമശ്ശേരിയിൽ ആംബുലൻസ് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 9 മണിക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ പോലീസും ഇവിടുന്ന് അവരുടെ ബ്ലഡ് റിലേഷൻ ആരെങ്കിലും അതുപോലെ തന്നെ അയൽവക്കാരെ കൂട്ടിക്കൊണ്ട് വേണം പോകാനായിട്ട്. ഇൻക്വസ്റ്റ് അങ്ങോട്ട് പോകാനുള്ള അങ്ങോട്ട് പോകാൻ വേണ്ടി വീട്ടിൽ പോയി അവിടുന്ന് ആരും വിളിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ രാവിലെ തന്നെ അവർ വീട്ടിലേക്ക് പോവുക. ഇന്ന് കുട്ടമ്പുഴയിലും കോതമംഗലത്തും അല്ലേ നമ്മൾ ഹർത്താൽ? കുട്ടമ്പുഴയിലും കോതമംഗലത്തും ഈ ഹർത്താൽ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം തിരക്കിലേക്ക് പോകുന്നത് കൊണ്ട് നമ്മൾ ഇപ്പോൾ ആ കുടുംബങ്ങളുടെ അടുത്തേക്ക് പോവുകയാണ്. അതിനുശേഷം അവരുടെ റിലേഷനിലുള്ള ആളുകളെയുമായി വേണം ഈ ഹോസ്പിറ്റലിലേക്ക് പോകാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് നാട്ടുകാർ തന്നെയാണ് ഇന്നലെ ഇവിടെ ഒരു വലിയ പ്രതിഷേധത്തിനടക്കം നേതൃത്വം നൽകുകയും മറ്റും ചെയ്തത്. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ നാട്ടുകാരൻ കൂടി ചേരുകയാണ്. ചേട്ടാ, ഇന്നലെ ആ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ഇങ്ങോട്ട് ഓടി തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്? ഞാൻ ഇവിടെ ജംഗ്ഷനിൽ കടയാണ്. അപ്പം കൂട്ടത്തിലുണ്ടായിരുന്ന ആള് ജംഗ്ഷനിൽ വന്നാ പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? അല്ല, ഇവിടെ തൊട്ടടുത്തൊരു കടയുണ്ട്, അവിടെ വന്നാ പറഞ്ഞു. അപ്പൊ നിങ്ങളെല്ലാം അങ്ങോട്ട് ഓടിയെത്തി. ഞാൻ എനിക്ക് തോന്നുന്നു 1 കൊല്ലം മുമ്പ് ഇവിടെ എവിടെയോ മറ്റൊരു കാട്ടുപോത്തോ മറ്റോ ആക്രമണത്തിൽ ഒരാള് ആന തന്നെയാണ് അന്ന് കൊല്ലപ്പെട്ട്. ഇവിടുന്ന് പിണവക്കുടിയിൽ ഒരു ആദിവാസി യുവാവ് കുളിക്കാൻ ഇറങ്ങിയതാ. അന്നേരമാണ് ആന വന്ന് തട്ടി എറിഞ്ഞ് കൊല്ലണത്. അതുകൂടാ ഇപ്പം ഇത് ഇവൻ 8 മണിക്കുള്ള വണ്ടിക്ക് വന്ന് ഇറങ്ങിയിട്ട് നടന്നു പോയതാ വീട്ടിലേക്ക്. ബസ് ഇതില് പിണവക്കുടിക്ക് പോണേ. അല്ല, ട്രാൻസ്പോർട്ടാ. ലാസ്റ്റ് ബസ് അതാ, അമൃതയെന്ന് തന്നെ. ഈ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവൻ നടന്നു പോണേ. ബസ് നേരെ പിണവക്കുടിക്ക് പോകും. പോണ വഴിക്ക് ഈ പറഞ്ഞ പോലെ തന്നെയാണ് മിക്കവാറും. ഇവിടെ തൊട്ടടുത്തൊക്കെ ആളുകൾ താമസിക്കുന്ന കടയൊക്കെ ഉണ്ടല്ലോ. അതായത് ഒരു പൂർണ്ണമായും ജനവാസ മേഖലയിലേക്കാണ് ഇത് ഇറങ്ങി വന്നേക്കുന്നത്. അതെ. അല്ല, ഇവിടെ പറമ്പുകളിൽ കൂടെ ഒക്കെ കയറി വരണ്ടെന്നേ. ഒരു സാധനം ഇവിടെ നട്ടുപറിക്കാനോ ഒന്നും സാധിക്കണില്ല. കാരണം ഈ ഇവിടുന്ന് ഇഷ്ടംപോലെ കപ്പയും തേങ്ങ ആഴ്ചയിൽ 4-5 ലോഡൊക്കെ പോയിക്കൊണ്ടിരുന്ന. അപ്പോൾ ഒരൊറ്റ തെങ്ങില്ല പറമ്പുകളിൽ, ഒരടയ്ക്കാമരമില്ല. ഒരു വന്യമൃഗശല്യം കാരണം ഇവിടുത്തെ ആളുകളുടെ ജീവിതമാർഗം തന്നെ ഇല്ലാതെ വഴിമുട്ടി. അതാണ് ഈ പുറത്തു പോയി പണി ചെയ്യണേ. പുറത്തു പോയി പണി ചെയ്താലും നമ്മൾ വീട്ടിലേക്ക് എത്തണ്ടേ. 2 കാരണന്മാരുള്ളൂ അവന്. വളരെ കഷ്ടം, ദയനീയമായ ജീവിതമാണ്. എന്ത് ദുരിതമാണെന്ന് ഓർത്ത് നോക്കണം. ബസ്സിൽ ഇവിടെ വന്ന് ഇറങ്ങി വീട്ടിലേക്ക് കാരണന്മാരെ ഒന്ന് കാണാൻ നടന്നു പോണ ഒരു സാഹചര്യം ഒന്ന് ഓർത്ത് നോക്കി. എന്തെല്ലാം അവൻ പച്ചക്കറി മുതൽ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടാണ് പോയത്. വലിച്ച് കീറിയിട്ട് പണ്ടും കുടലും ഒക്കെ വേറെ ആന തട്ടിക്കൊണ്ട് നടന്നിട്ടുണ്ടായില്ലേ. 8 മണിക്ക് ഇങ്ങനെ ഒരു സംഭവം നടക്കാമെന്ന് പറഞ്ഞാൽ 8 മണിക്കൊക്കെ എല്ലാവരും ഈ പണി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകണ ആൾക്കാരല്ലേ. ഇവിടുന്ന് 20-25 കിലോമീറ്റർ ദൂരെ പോയി ഈ പണി കഴിഞ്ഞ് പിന്നെ കിട്ടണ ബസ്സിൽ വന്നിട്ട് ഇറങ്ങി പോകുമ്പോഴാണ് ഈ അവസ്ഥ. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് സർക്കാർ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാതെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. വളരെ കഷ്ടമാണ്. ഞാൻ ഇന്നലെ പോയി കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് ഒട്ടും പറ്റില്ലാണ്. കാരണം അതുപോലെ അരച്ച് ചവിട്ടി അവനെ വലിച്ച് 2 കാലും വലിച്ച് കീറി, കൈ വേറെ കുടൽ വേറെ, ഇങ്ങനെ തിരിഞ്ഞെടുക്കുക. ബാഗ് കിടക്കണ ഒരു 15 അടി അകലമുണ്ട്. അവൻ്റെ ബാഗ് തട്ടി തെറിപ്പിച്ചാണ് അതിലൊക്കെ നടന്നു. രക്ഷപ്പെടാൻ പുള്ളി ശ്രമിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതായിരിക്കും അത്രയും ദൂരം പോയത്. ഈ ആള് കിടക്കണത് റോഡിലേക്ക് തട്ടിക്കൊണ്ടുവന്നേക്കുക. റോഡിൻ്റെ ചേർന്ന് തന്നെയാണ് ഈ ബോഡി കിടക്കണേ. ഈ കാലിങ്ങനെ കവച്ചൊരു ഭീകരാന്തരീക്ഷത്തിലാണ് കിടക്കണം, അവസ്ഥയിലാണ് കിടക്കണത്. എന്തായാലും നാട്ടുകാർ നേരിട്ട് ആ സമയത്ത് ഓടിവന്ന് കണ്ട ആളുകളടക്കമുള്ളവരാണ് പ്രതികരിച്ചത്.
ഇപ്പോൾ നമ്മളോട്. എന്തായാലും ഇനിയിപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയ പ്രതിഷേധത്തിനൊടുവിൽ അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ, ഒരു പക്ഷേ എൽദോസിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതിന് പിന്നാലെ നൽകിയ വാഗ്ദാനങ്ങൾ ഇനി പാലിക്കപ്പെടുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. കാരണം ഇതിനു മുമ്പും പലപ്പോഴും പല വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ കളക്ടർ അതിനൊരു തീയതി വെച്ച് കാര്യങ്ങൾ ഇന്നു മുതൽ തന്നെ ആരംഭിക്കുമെന്നുള്ള കാര്യത്തിലൊരു ഉറപ്പ് നൽകിയത് മാത്രമാണ് നാട്ടുകാർക്ക് ഇപ്പോൾ ഒരു ആശ്വാസമുള്ളത്. ഏതായാലും ഇന്ന് കോതമംഗലത്തും കുട്ടമ്പുഴയിലും ജനകീയ ഹർത്താൽ തുടരാനാണ് തീരുമാനം. ഇനി കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. കാരണം മൃതദേഹം അതുപോലെ തന്നെ ഛിന്നഭിന്നമായി പോകുന്ന തരത്തിലേക്കാണ് ഇന്നലെ കാട്ടാനയുടെ ആക്രമണത്തിൽ സംഭവിച്ചിട്ടുള്ളത്. എൽദോസിനെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ കുട്ടമ്പുഴയിൽ ജനകീയ ഹർത്താൽ തുടരുകയാണ്. കോതമംഗലത്തിനും സമാനമായ രീതിയിൽ തന്നെ ജനകീയ ഹർത്താൽ തുടരും. ഏതായാലും ഇനി കുടുംബാംഗങ്ങളെ അടക്കമുള്ളവരെയും കൂട്ടി ഇനി ഒരു പോസ്റ്റ്മോർട്ടം നടപടികൾക്കും മറ്റും അല്പസമയത്തിനങ്ങനെ പോകുമെന്നുള്ള കാര്യമാണ് വാർഡ് മെമ്പർ അടക്കമുള്ളവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതിര എന്തായാലും നാട്ടുകാർ ആവശ്യപ്പെട്ട പ്രകാരം ട്രെഞ്ചുകളുടെ നിർമ്മാണം ഇന്ന് തന്നെ അവിടെ ആരംഭിക്കും. പ്രദേശത്ത് വൈദ്യുത വിളക്കുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ, അതുപോലെ തന്നെ സോളാർ ഫെൻസിങ്ങിൻ്റെ ജോലികൾ 21-ന് ആരംഭിക്കും. അങ്ങനെ നാട്ടുകാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചു എന്നുള്ളതാണ്. അതിനുശേഷമാണ് നാട്ടുകാർ ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്ന് തന്നെ ആയാലും ഒരു കുടുംബത്തിൻ്റെ അത്താണിയായ മനുഷ്യനെ ഇത്തരത്തിൽ ഒരു ദാരുണാന്ത്യം ഉണ്ടാകേണ്ടി വന്നോ ഇങ്ങനൊരു നടപടിയിലേക്ക് പോകാൻ എന്നുള്ളതാണ് ഖേദകരം. ആസിഫ് മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്.